ഹായ് യോൾ ഏൺ മാർക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻസുമായിട്ടാണ്. നമ്മുടെ NIOSൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ പുതിയ അപ്ഡേഷനാണ് TMA. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അഥവാ അസൈൻമെൻറ്റ്, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻറ്റ്സ്. TMAയുടെ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം TMA എങ്ങനെയാണ് ചെയ്യുക, എന്തെല്ലാം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്ങനെയാണ് TMA അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളൊരു സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് എങ്ങനെയാണ് കയറുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതേപോലെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറിയിട്ട് NIOSൻ്റെ സ്റ്റുഡൻറ്റ് പോർട്ടൽ കയറിയിട്ട് എങ്ങനെയാണ് TMA അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാന്നുള്ള കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്കിവിടെ ലോഗിൻ ടു യുവർ അക്കൗണ്ടിൽ യൂസർ നെയിം പാസ്വേഡൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് താഴെ കാണുന്നില്ലേ ലോഗിൻ വയ റെഫറൻസ് നമ്പർ ഓർ എൻറോൾമെൻറ്റ് നമ്പർ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ എൻറോൾമെൻറ്റ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. ലോഗിൻ ചെയ്താൽ നമുക്ക് NIOS പോർട്ടലിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരിക. എക്സാമിനെ കുറിച്ചിട്ടുള്ളതും എല്ലാ ഡീറ്റെയിൽസും വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻറ്റ്, ഈ പിങ്ക് കളറിൽ കാണുന്നില്ലേ, അതിൽ തന്നെ ഡൗൺലോഡ് TMA, അപ്ലോഡ് TMA സ്റ്റാറ്റസ് എന്നുള്ളത് കാണാൻ പറ്റും. ഇതിൽ നമ്മളിപ്പോൾ കൊടുക്കേണ്ടത് ഡൗൺലോഡ് TMA. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളിവിടെ ലോഗിൻ ടു യുവർ അക്കൗണ്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് NIOSൻ്റെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ചെയ്താൽ ഈ ഒരു പേജാണ് ഓപ്പൺ ആയി വരിക. അതിൽ നമ്മൾ ലോഗിൻ വയ റെഫറൻസ് നമ്പർ ഓർ എൻറോൾമെൻറ്റ് നമ്പർ ക്ലിക്ക് ചെയ്യാം. അതിലാണ് നമ്മൾ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കേണ്ടത്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ എൻറോൾമെൻറ്റ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാം. ഓക്കെ, ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ NIOSൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും അപ്ഡേഷൻസും ഒക്കെ വരുന്നത് ഈ സ്റ്റുഡൻറ്റ് പോർട്ടലിലൂടെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പോകുന്നത് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻറ്റ്. അതിൽ തന്നെ 3 ഓപ്ഷൻസ് കാണാം: ഡൗൺലോഡ് TMA, അപ്ലോഡ് TMA സ്റ്റാറ്റസ്. അപ്പോൾ TMA അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് പാലിക്കേണ്ടത് എന്നുള്ളതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്ലോഡ് TMA എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കാണാൻ പറ്റില്ലേ, കുറേ സ്റ്റെപ്പായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ്, അപ്ലോഡിംഗ് ഓഫ് TMA വിൽ ബി അവൈലബിൾ ഓൺലി ആസ് പെർ ദ TMA അപ്ലോഡിംഗ് ഷെഡ്യൂൾ മെൻഷൻഡ് ബൈ NIOS ഫോർ ഈച്ച് സെഷൻ. അതായത് ഓൺലൈനായിട്ട് മാത്രമേ നമുക്ക് TMA അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതും NIOS പറയുന്ന കണ്ടീഷൻസിൽ. ഓക്കെ, സ്റ്റെപ്പ് 2 വരുന്നത് സബ്മിറ്റിംഗ് TMA ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ദി ലേണേഴ്സ് ഓഫ് സ്ട്രീം 1. അതായത് നമുക്ക് സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പം ഒരു വർഷത്തിൽ തന്നെ 3 തവണയായിട്ട് എക്സാം നടക്കുന്നുണ്ടല്ലോ, ഈ TOC ഒക്കെ പോലെ ഓൺ ഡിമാൻഡ് എക്സാം. നമ്മുടെ ഫസ്റ്റ് ബാച്ച് വരുന്നത് ഏപ്രിൽ 2026 ഏപ്രിലത്തെ ബാച്ചാണ്. അപ്പോൾ നമ്മൾ സ്ട്രീം 1 ആണ്. അപ്പോൾ സ്ട്രീം 1 ഏപ്രിൽ 2026 എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഈ TMA അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് TMA can be uploaded only for the subject for which the students is registered in NIOS. TMA of subjects selected for transfer credit cannot be uploaded.
അതായത് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഒക്കെ കൊടുക്കുന്ന 2 സബ്ജക്റ്റ് ഉണ്ടാവില്ലേ, എക്സ്ട്രാ 2 സബ്ജക്റ്റ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആയിട്ട് കൊടുക്കുന്നത്, ആ സബ്ജക്റ്റിന് നമ്മൾ TMA വെക്കേണ്ട ആവശ്യമില്ല. അതായത് വെക്കാൻ പറ്റില്ല, നമ്മൾ അതിനെ വെക്കാൻ പറ്റില്ല. നമ്മൾ എക്സാം എഴുതുന്ന ഏതാണോ സബ്ജക്റ്റ് അതിൻ്റെ TMA അസൈൻമെൻറ്റ് മാത്രം വെച്ചാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 4ാമത്തെ സ്റ്റെപ്പ് വരുന്നത് വൺസ് ദ ഡ്യൂ ഡേറ്റ് ഫോർ സബ്മിറ്റിംഗ് അപ്ലോഡിംഗ് TMA ഈസ് ഓവർ, സ്റ്റുഡൻറ്റ് വിൽ ബി ഏബിൾ ടു അപ്ലോഡ് ദ TMA ഓൺലി ആഫ്റ്റർ പേയിങ് ദ TMA ലേറ്റ് ഫീ ഓൺലൈൻ ത്രൂ ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ. അതായത് ഈ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് TMA സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഓരോ പേപ്പേഴ്സിനും ഒരു 1000-ൽ കൂടുതലുണ്ടാവും പേയ്മെൻറ്റ്, അപ്പം ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ഈ ഡെഡ് ലൈൻ്റെ ഉള്ളിൽ തന്നെ TMA സബ്മിറ്റ് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ഫീസിനെക്കാട്ടൊക്കെ ഒരുപാട് ഉണ്ടാവും ഫൈന്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും TMA സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 5ാമത്തെ സ്റ്റെപ്പ് വരുന്നത് ബിഫോർ അപ്ലോഡിംഗ് ദ TMA പ്ലീസ് എൻഷുർ that the correct TMA is selected for upload. TMA once submitted cannot be submitted again. ഓക്കെ, അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉറപ്പ് വരുത്തുക. അതായത് സബ്ജക്റ്റിൻ്റെ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം ഇംഗ്ലീഷിൻ്റെ കയറിയിട്ട് മാത്സ് അപ്ലോഡ് ചെയ്യുക, മാത്സിൻ്റെ കയറിയിട്ട് ഫിസിക്സ് അപ്ലോഡ് ചെയ്യുക, അങ്ങനെ മാറ്റിയും തിരിച്ചും അപ്ലോഡ് ചെയ്യരുത്. കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ട് അതായത് സബ്ജക്റ്റിൻ്റെ അതിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്ക് പോകും. ഈ 20 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും TMA കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു വട്ടം സബ്മിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷനുമില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. അപ്പം 6ാമത്തെ സ്റ്റെപ്പ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ TMA സ്റ്റാറ്റസ് ക്യാൻ ബി സീൻ ഫ്രം ദ TMA സ്റ്റാറ്റസ് ഓൺ TMA ടൈൽ ഓൺ ദ സ്റ്റുഡൻറ്റ് ഡാഷ്ബോർഡ്. അതായത് TMA അപ്ലോഡ് ചെയ്താൽ മാർക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് സ്റ്റുഡൻസിന് കാണാൻ പറ്റും. നമ്മുടെ TMA സ്റ്റാറ്റസിൽ പോയാൽ എത്രയാണ് മാർക്ക് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോന്നൊക്കെ നമുക്ക് TMA സ്റ്റാറ്റസിൽ കാണാൻ പറ്റും. അടുത്ത 7ാമത്തത് 4 സ്റ്റെപ്സ് ഫോർ അപ്ലോഡിങ് TMAക്ക് 4 സ്റ്റെപ്പ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഡൗൺലോഡ് TMA കൊടുക്കുമ്പോൾ TMAൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ TMA ഡൗൺലോഡ് ചെയ്യുക. അതിൽ തന്നെ 6 ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്ക് 6 ക്വസ്റ്റ്യനാണ് ഈ അസൈൻമെൻറ്റിന് ഉണ്ടാവുക. 1 മുതൽ 5 വരെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും 6ാമത്തേത് പ്രൊജക്റ്റുമാണ്. അപ്പം പ്രൊജക്റ്റ് എങ്ങനെയാണ്, അസൈൻമെൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ, ഇതിൻ്റെ ഫോർമാറ്റ് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും, ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്, ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്താ വെച്ചാൽ NIOSനെ കുറിച്ചും NIOSന് ഇപ്പോൾ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത 2ാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പ്രിപ്പയർ ഹാൻഡ് റിട്ടൺ TMA വിത്ത് മേക്കിംഗ് ഈച്ച് പേജ് വിത്ത് പേജ് നമ്പർ. ഓക്കെ, നമുക്കിപ്പം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നമ്മൾ ഈ വേർഡ്, MS വേർഡ്, എക്സലൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് ആരും വിചാരിക്കേണ്ട. നമ്മൾ ഹാൻഡ് റിട്ടൺ, നമ്മൾ കൈകൊണ്ട് പേപ്പറിൽ എഴുതിയത് തന്നെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അടുത്തത് വരുന്നത് സ്കാൻ ദ ഹാൻഡ് റിട്ടൺ TMA into PDF ഫോർ ഈച്ച് സബ്ജക്റ്റ് സെപ്പറേറ്റ്ലി. ഓക്കെ, നമ്മൾ എഴുതിയ ഈ സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ, ഓരോരോ സബ്ജക്റ്റ് എഴുതിയ ഈ പേപ്പർ സ്കാൻ ചെയ്തിട്ട് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവസാനത്തെ സ്റ്റെപ്പ് അപ്ലോഡ് ദ TMA സേവ്ഡ് ഇൻ ടു PDF ഫയൽ. ഓക്കെ, അപ്ലോഡ് ചെയ്യാം. ഇതിലൊരു നോട്ട് കാണാൻ പറ്റും, യു ക്യാൻ അപ്ലോഡ് യുവർ TMA വൺസ് ഓൺലി വിത്തിൻ ദ 7 days ഫ്രം യുവർ അപ്ലോഡഡ് ഡേറ്റ്. ഓക്കെ, 7 ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അതാരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ് ചാൻസിനായിട്ട് ആരും നോക്കിയിരിക്കേണ്ട എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഈ സ്റ്റുഡൻറ്റിൻ്റെ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന്. ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മലയാളം. ഓക്കെ, നമുക്ക് ഇപ്പം എങ്ങനെയാണ് TMA സബ്മിറ്റ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് ജസ്റ്റ് വി ആൻഡ് അപ്ലോഡ് TMA എടുത്ത് നോക്കാം ഒരു സബ്ജക്റ്റിൻ്റെ. ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇൻസ്ട്രക്ഷൻസ് നമ്മളൊരു TMA അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻസ് സെലക്ട് മീഡിയം ഉണ്ട്, സെലക്ട് മീഡിയം ടു അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് തന്നെ കൊടുക്കാം, അപ്ലോഡ് ചെയ്യാനതും ഇംഗ്ലീഷ് തന്നെ കൊടുക്കാം. അങ്ങനെ നമ്മുടെ അപ്ലോഡ് യുവർ ഫയൽ ഇവിടെ കൊടുത്തിട്ട് ബ്രൗസ് ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ, ആ ബ്ലൂ ബട്ടൺ, സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ TMA അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏൺ മാർക്സിലെ സ്റ്റുഡൻസിൻ്റെ ഈ അസൈൻമെൻറ്റ് TMA ആണെങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അവർ എഴുതി അയച്ച് തന്നാൽ മതി. ബാക്കെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ മാർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഇപ്പോൾ സെൽഫായിട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആരും ഇത് കറക്റ്റ് ചെയ്യാണ്ട് അപ്ലോഡ് ചെയ്യാൻ പോകരുത്. ഓക്കെ,
അപ്പം നമ്മളിത് ഇപ്പം TMA സ്റ്റാറ്റസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മാർക്ക് കാണാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ TMA സ്റ്റാറ്റസിൽ അപ്ലോഡിൽ ചെയ്താൽ അപ്ലോഡ് ഓൺലൈനിൽ ഇവാലുവേറ്റഡ്, മാർക്ക്ഡ്, ഫീഡ്ബാക്ക് എല്ലാം കാണിക്കും. അപ്പോൾ അവിടെ ഫീഡ്ബാക്കിൽ ഉണ്ടാവും നമ്മുടെ ഈ എന്താണെന്നുള്ളത്. ഫീഡ്ബാക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഫീഡ്ബാക്കിൽ നമുക്ക് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. TMA എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആരും തെറ്റൊന്നും വരുത്താതെ പ്രോപ്പറായിട്ട് അത് അപ്ലോഡ് ചെയ്യുക. TMA എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത്, TMAൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ NIOS എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ TMA, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻറ്റ്സ്. 20 മാർക്സ് ആണെങ്കിലും നമ്മുടെ എക്സാമിലേക്ക് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 20 മാർക്കിൽ കിട്ടുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ അതാത് സബ്ജക്റ്റിൻ്റെ TMA കംപ്ലീറ്റ് ചെയ്ത് എഴുതിയിട്ട് നിങ്ങളുടെ ട്യൂട്ടേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ NIOS ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു NIOSൻ്റെ അപ്ഡേഷൻസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഈ TMA എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻസും പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ചാനൽ ഇപ്പോൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ സെൽഫായിട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. വെറും 6 മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ക്ലാസുകൾ ഇപ്പോൾ ഏൺ മാർക്സ് ലേണിംഗ് ആപ്പിൽ ലഭ്യമാണ്. ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾക്ക് പുറമെ സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച റെക്കോർഡഡ് ക്ലാസുകളും ഉടൻ സ്വന്തമാക്കാം. ഏൺ മാർക്സ് ലേണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ. ഏൺ മാർക്സ്, യുവർ പെർഫെക്റ്റ് ലേണിംഗ് പാർട്ട്ണർ.